ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതിലും SSLC പരീക്ഷാ ഡ്യൂട്ടി അശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിലും പ്രതിഷേധിച്ച് വണ്ടൂർ DE ഓഫീസിലേക്ക് KSTA മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അധ്യാപക വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് സംഘടന പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. അധ്യാപകരെ നാടുകടത്തും. DE ഓഫീസ് നീതി പാലിക്കുക. DE ഓഫീസ് നീതി പാലിക്കുക. DE ഓഫീസ് നീതി പാലിക്കുക. DE ഓഫീസ് നീതി പാലിക്കുക. നീതി നിഷേധം 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 DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് പ്രതിഷേധം 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 അധ്യാപകരുടെ പ്രതിഷേധം അധ്യാപകരുടെ പ്രതിഷേധം അധ്യാപകരുടെ പ്രതിഷേധം അധ്യാപകരുടെ പ്രതിഷേധം SSLC പരീക്ഷാ ഡ്യൂട്ടിയിലെ SSLC പരീക്ഷാ ഡ്യൂട്ടിയിലെ പക്ഷപാതിത്വം അവസാനിപ്പിക്കുക പക്ഷപാതിത്വം അവസാനിപ്പിക്കുക പക്ഷപാതിത്വം അവസാനിപ്പിക്കുക പക്ഷപാതിത്വം അവസാനിപ്പിക്കുക മനുഷ്യത്വരഹിതമായി 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 ഡ്യൂട്ടിയിടുന്ന നടപടി തിരുത്തുക നടപടി തിരുത്തുക അധ്യാപകദ്രോഹം തിരുത്തുക അധ്യാപകദ്രോഹം തിരുത്തുക കിലോമീറ്ററുകൾ ദൂരത്തേക്ക് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് SSLC ഡ്യൂട്ടി പേര് പറഞ്ഞ് SSLC ഡ്യൂട്ടി പറഞ്ഞ് SSLC ഡ്യൂട്ടി പറഞ്ഞ് SSLC ഡ്യൂട്ടി പറഞ്ഞ് അധ്യാപകരെ നാടുകടത്തും അധ്യാപകരെ നാടുകടത്തും അധ്യാപകരെ നാടുകടത്തും അധ്യാപകരെ നാടുകടത്തും DE ഓഫീസ് കാടത്തരം DE ഓഫീസ് കാടത്തരം DE ഓഫീസ് കാടത്തരം DE ഓഫീസ് കാടത്തരം അവസാനിപ്പിക്കുക 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 അധ്യാപകരും മനുഷ്യരാണ് അധ്യാപകരും മനുഷ്യരാണ് അധ്യാപകരും മനുഷ്യരാണ് അധ്യാപകരും മനുഷ്യരാണ് നീതി നിഷേധം 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 DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം DE ഓഫീസിൽ നീതി നിഷേധം KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് KSTA സിന്ദാബാദ് പ്രതിഷേധം 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 അധ്യാപകരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ദൂരസ്ഥലങ്ങളിലേക്ക് SSLC പരീക്ഷാ ഡ്യൂട്ടി നിശ്ചയിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധമുയർന്നത്. ഇതിനു പുറമെ വണ്ടൂർ DE ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന നിരവധി ഫയലുകളിൽ ഉടൻ തീരുമാനമുണ്ടാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. PF ഗ്രേഡ്, നിയമനാംഗീകാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ഫയലുകളാണ് കാലതാമസം നേരിടുന്നത്. ഇത് അധ്യാപകരുടെ ജീവിതത്തെയും കരിയറിനെയും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈജി T. മാത്യു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. പ്രഹ്ലാദൻ, K. അജീഷ്, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷാ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തോന്നിയവാസമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഉന്നത ഉദ്യോഗസ്ഥരിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളോട് പറയാനുള്ളത് അതിനകത്തിരിക്കുന്ന ചില ചാവേറുള്ള ചില ആളുകൾ, ചില എംബോക്കികൾ തന്നെ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും. അത്തരം എംബോക്കികൾ പറയുന്നത് കേട്ട് ഭരിക്കാനാണ്, ഭരണം നടത്താനാണ് DE ഓഫീസർ എന്നെങ്കിൽ വണ്ടൂർ DE ഓഫീസിൽ മര്യാദയ്ക്ക് ഇരുന്ന് നടത്താൻ വണ്ടൂരിലെ KSTA സമ്മതിക്കില്ല. വണ്ടൂരിലെ KSTA എന്ന് പറയുന്നത് വണ്ടൂരിലെ സബ് ജില്ലക്കകത്തെ പകുതിയോളം വരുന്ന അധ്യാപകർ ഉൾപ്പെടുന്ന സംഘടനയുടെ പ്രതിനിധികളാണ് KSTA എന്ന് പറയുന്നത്. അത്തരം KSTA കൊടി പിടിച്ച് ഒരു കാര്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്ത് ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തുരങ്കം വെക്കുന്ന സമീപനമാണ് ആ പീസിനകത്ത് വെച്ച് നടക്കുന്നത്. നേരത്തെ ബിനീഷ് സൂചിപ്പിച്ചു, നമ്മുടെ മുമ്പേ എത്തുന്ന ഫയലുകൾ എന്ന് പറയുന്നത് ആ ഫയലുകള് ഓരോ ജീവനാണ് എന്ന് തിരിച്ചറിവുണ്ടാകണമെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. എന്നാൽ അതിന് പുല്ലുകളിക്കൊണ്ട് ജീവന്റെ പോയിട്ട് ഒരു പുല്ലിന്റെ വില പോലും നൽകാത്ത സമീപനമാണ് ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ സ്വീകരിക്കുന്നത്. അത്തരം സമീപനങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്ക്. കഴിഞ്ഞ വർഷം SSLC ഡ്യൂട്ടി ഇട്ടു. ആ ഡ്യൂട്ടി ഇട്ട സമയത്തും ഇതേ സാഹചര്യം ഉണ്ടായത്. അധ്യാപകരെ ദൂരേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ദൂരേക്ക് ഇടുക, തോന്നിയവാസം കാണിക്കുന്ന സമീപനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, തോന്നിയവാസമാണ് കാണിക്കുന്നത്. ഈ വർഷവും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഡ്യൂട്ടി എടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പരീക്ഷ ഡ്യൂട്ടി ഞങ്ങളുടെ ഭാഗമാണ്, വാല്യുവേഷൻ ഞങ്ങളുടെ ഭാഗമാണ്. രാത്രിയിൽ ഞങ്ങൾ വാല്യുവേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം വാല്യുവേഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഈ പണിയെടുക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ പരീക്ഷ ഡ്യൂട്ടി കാലത്ത് മാത്രം ഒരു 6 മണി വരെ ജോലി ചെയ്തു എന്നുള്ളത് വലിയ കേമത്രമായിട്ട് വീമ്പായിട്ടൊന്നും ഇവിടെ ഒരാളും പറയേണ്ടതില്ല.
അങ്ങനെ ഒരാൾ പറഞ്ഞു പോകേണ്ടതുമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇവിടെ അധ്യാപകരെ ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്ന രീതിയാണ് ഈ ഡി ഓഫീസിൽ നിന്നുണ്ടായിട്ടുള്ളത്. അധ്യാപകരെ ഡ്യൂട്ടി എടുക്കാൻ എല്ലാവരും തയ്യാറാണ്, ഡ്യൂട്ടി എടുക്കുകയും വേണം. പക്ഷേ ഇവിടെ വണ്ടൂര് താമസിക്കുന്ന ഒരാൾക്ക് വഴിക്കടവ് ഡ്യൂട്ടി കൊടുക്കുക, വഴിക്കടവ് താമസിക്കുന്നവർക്ക് അരീക്കോട് ഡ്യൂട്ടി കൊടുക്കുക. എന്താണ് ഇതിലെ വസ്തുത? ഇങ്ങനെ അധ്യാപകരെ പരമാവധി ദ്രോഹിക്കുക. ഒരു പറ്റം സാഡിസ്റ്റുകളായിട്ടുള്ള ജീവനക്കാരാണ് ഈ ഓഫീസിനകത്തിരിക്കുന്നത്. അധ്യാപകരെ വളരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാണ് ഇവരുടെ ധാരണ. എന്നാൽ അത് തിരുത്തി പോകാം. ഇവിടത്തെ അധികാരികൾ തയ്യാറായിട്ടില്ലെങ്കിൽ KSTAക്ക് വേറെ ഒരു സമരമുഖം കൂടി പുറത്തെടുക്കേണ്ടി വരും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വണ്ടൂർ ഉപജില്ലാ സെക്രട്ടറി ഭിനേഷ, ബിനു എബ്രഹാം, ഹസ്നത്ത്, കെ രജീഷ്, മനോജ്, പി ഷജീഷ്, PV സജിത്, ജയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ഫയലുകൾ തീർപ്പാക്കുന്നതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.